ചുമ്മാ ഇരുന്നപ്പോൾ പാൽക്കപ്പയും ബീഫും കഴിക്കാൻ തോന്നി. എനിക്ക് മാത്രമല്ല തോന്നിയത്, കൂടെയുള്ളവർക്കും തോന്നി. പിന്നെ ഓർത്ത് കൂടെയോർത്തുണ്ട്, അവനാണെങ്കിൽ ഓസ്ട്രേലിയയിൽ നിന്ന്. പിന്നെ അവൻ്റെ ചെലവാക്കാന്ന് വെച്ച് പിന്നെ നേരെ പേർഷ്യൻ ടേബിളിലേക്ക് വന്നു. അവിടെ ചെന്നത് മെനു ഒന്നും നോക്കിയില്ല, നേരെ പറഞ്ഞ സാധനം ഓർഡർ ചെയ്ത്. പിന്നെ അതിൻ്റെ ഒപ്പം തന്തൂരിയും ഹണിയും പെരിപ്പെരിയും അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അങ്ങ് ഓർഡർ ചെയ്ത്. എന്നപ്പോൾ പിന്നെ കൺഫ്യൂഷനായി, എവിടെ നിന്ന് തുടങ്ങും. പിന്നെ ഒന്നും നോക്കിയില്ല, നമ്മുടെ മെയിൻ സാധനം പാൽക്കപ്പയാലോ. അതിൽ നിന്നൊരു പിടുത്തങ്ങ് പിടിച്ച്. സംഭവം കൊള്ളാം, ഇഷ്ടായി. പിന്നെ തന്തൂരിയായി പെരിപ്പെരിയായി എല്ലാം കഴിച്ച്, എല്ലാം ഒന്നിനൊന്ന് വെച്ച്. എന്നാലും കഴിച്ചിടത്തോളം ഇഷ്ടപ്പെട്ടത് പാൽക്കപ്പയാട്ടാ. അതൊരു വികാരം തന്നെയായിരുന്നു. പിന്നെ ഞാൻ എൻ്റെതായ രീതി പിടിച്ച് ആ പാൽക്കപ്പയുടെ തന്തൂരി അങ്ങ് മിക്സ് ചെയ്ത് എന്നിട്ട് കഴിച്ചു. പിന്നെയാണ് എനിക്ക് തോന്നിയത് ഈ കോമ്പിനേഷന് വലിയ തരക്കേടില്ല. പിന്നെ അങ്ങനെ ഒരു പിടി പിടിച്ച് അതും കൊള്ളാം. കഴിച്ചു കഴിഞ്ഞപ്പോഴാണെങ്കിലോ പതുക്കെ പതുക്കെ എരിഞ്ഞു തുടങ്ങിയോന്നൊരു ഡൗട്ട്. പിന്നെ നേരെ ഒരു സീ ബ്ലൂ ലൈൻ പറഞ്ഞ്, കുഴപ്പമില്ല, ജസ്റ്റ് നോർമൽ. പക്ഷെ ഞാൻ പറഞ്ഞതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഗ്രേപ്പ് ജ്യൂസാണ്. അത് കൊള്ളായിരുന്നു. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ആയാലും കുടിക്കാനായാലും നല്ല രസമുണ്ടായിരുന്നു. പിന്നെ മിന്റ് ലൈം ലാസ്റ്റ് കുടിച്ചത് തീർത്ത്. അപ്പോൾ ലൊക്കേഷൻ മറക്കണ്ട, മൂവാറ്റുപുഴയിൽ നിന്ന് എറണാകുളം റൂട്ട് 10 മൈലായിട്ട് വരും.